ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ മൗലികാവകാശങ്ങൾ ഭാഗം 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബി മൗലികാവകാശങ്ങൾ ഭാഗം 2-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സി മൗലികാവകാശങ്ങൾ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഡി മൗലികാവകാശങ്ങൾ ഭാഗം 5-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ മൗലികാവകാശങ്ങൾ ഭാഗം 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഓപ്ഷൻ എ ജോലി, ഓപ്ഷൻ ബി സ്വകാര്യത, ഓപ്ഷൻ സി സമത്വം, ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം. ആൻസർ ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം. 6 മുതൽ 14 വരെ വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് ഇതിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ, സൈമൺ കമ്മീഷൻ, കപൂർ കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. കുറിച്യർ കലാപത്തിൻ്റെ നേതാവ് ആര്? പഴശ്ശിരാജാവ്, വേലുത്തമ്പി ധവള, രാമൻ തമ്പി, ബിർസ മുണ്ട. ഓപ്ഷൻ സി രാമൻ തമ്പി. 1812 നമ്മുടെ കുറിച്യർ കലാപം നടന്നത്. ഇത് വയനാട്ടിലെ കുറിച്യർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമായിരുന്നു. ഇതിൻ്റെ നേതാവെന്ന് പറയുന്നത് രാമൻ തമ്പി. ക്വസ്റ്റ്യൻ നമ്പർ 5. സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃതിയാണ് മോക്ഷപ്രദീപം. ക്വസ്റ്റ്യൻ നമ്പർ 6. സാമൂഹ്യമായും അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? കേരള കൗമുദി, കേരള സഞ്ചാരി, മിതവാദി, കേരള പത്രിക. ആൻസർ ഓപ്ഷൻ സി മിതവാദി. ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് മൂർക്കോത്ത് കുമാരനാണ്. 1907 ഇത് സ്ഥാപിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 7. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആര്? സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, ബാരിസ്റ്റർ ജി.പി. പിള്ള, ആഗമനാനന്ദൻ. ഓപ്ഷൻ ബി അയ്യങ്കാളി. 1915 സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനും കല്ലുമാല പോലുള്ള ആഭരണങ്ങൾ ധരിക്കുവാനും വേണ്ടി അയ്യങ്കാളി നയിച്ചിരുന്ന ഒരു പ്രക്ഷോഭമാണ് കല്ലുമാല സമരം. ക്വസ്റ്റ്യൻ നമ്പർ 8. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ഇന്തോനേഷ്യ, മെക്സിക്കോ, ബ്രസീൽ, സിംഗപ്പൂർ. ഓപ്ഷൻ ഡി സിംഗപ്പൂർ. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്, ഓപ്പറേഷൻ അഭയ്, ഓപ്പറേഷൻ അടൽ, ഓപ്പറേഷൻ അരുൺ. ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2023 ഒക്ടോബർ 11 നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. ഇസ്രായേൽ ഹമാസ് യുദ്ധമായിരുന്നു. ഇസ്രായേലിൽ നിന്നും 18,000 ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ അജയ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബി ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റയാട്ട്വാരി വ്യവസ്ഥ. ഓപ്ഷൻ സി വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റയാട്ട്വാരി വ്യവസ്ഥ. ഓപ്ഷൻ ഡി ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. ഓപ്ഷൻ എ ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ക്വസ്റ്റ്യൻ നമ്പർ 11. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ, രമേശ് ചന്ദ്ര ദത്ത്, ദാദാഭായി നവറോജി, ബാലഗംഗാധര തിലകൻ. ഓപ്ഷൻ സി ദാദാഭായി നവറോജി. ഈ 2 ക്വസ്റ്റ്യനും LGSന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇത് രണ്ടും മറക്കാതെ ഓർത്തിരിക്കണേ. ക്വസ്റ്റ്യൻ നമ്പർ 12. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ കാനിങ് പ്രഭു, ഡൽഹൌസി പ്രഭു, വെല്ലസി പ്രഭു, കോൺവാലിസ് പ്രഭു. 1848 ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ക്വസ്റ്റ്യൻ നമ്പർ 13. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു നാനാ സാഹിബ്. 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ.
1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു താന്തിയ തോപ്പി. 1857 വിപ്ലവത്തിലെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹാൽ. ഓപ്ഷൻ ഡി 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹാൽ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? കറാച്ചി സമ്മേളനം, കൊൽക്കത്ത സമ്മേളനം, ബോംബെ സമ്മേളനം, ലാഹോർ സമ്മേളനം. ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. 1929 ഡിസംബർ 31 അർദ്ധരാത്രിയിൽ ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായി പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. അന്നാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ത്രിവർണ്ണ പതാക അംഗീകരിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, രാജഗോപാലാചാരി, പി.ആർ. അംബേദ്കർ. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ക്വസ്റ്റ്യൻ നമ്പർ 16. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഫെഡറൽ, റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി റിപ്പബ്ലിക്. ക്വസ്റ്റ്യൻ നമ്പർ 17. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലിക അവകാശങ്ങളിൽ, നിർദ്ദേശക തത്വങ്ങളിൽ, ആമുഖത്തിൽ, മൗലിക കടമകളിൽ. ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങളിൽ. ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിലായിരിക്കും. കൂടുതൽ ഇൻഫർമേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ.